2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആരായിരിക്കും ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം. BJPക്ക് ഒറ്റയ്ക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പാർലമെൻറ്റിൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 സീറ്റുകൾ എന്ന ടാലിയിലിട്ട് നിലവിൽ BJP എത്തിയിട്ടില്ല. നിലവിലെ കണക്കുകൾ പ്രകാരം BJPക്ക് ഒറ്റയ്ക്ക് 241 സീറ്റുകളാണുള്ളത്. 2014 BJP 280-ലേറെ സീറ്റുകൾ നേടിയിരുന്നു ഒറ്റയ്ക്ക്. ഇത് 2019 303-ലേട്ട് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്രാവശ്യം 241-ലോട്ട് BJP ചുരുങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള ചോദ്യം NDAക്ക്, അതായത് BJP നയിക്കുന്ന മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായും നിലവിലെ കണക്കുകൾ പ്രകാരം NDA മുന്നണിക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയും. അവർക്ക് BJPയുടെ 241 സീറ്റുകളടക്കം ആകെ നിലവിൽ 294 സീറ്റുകളിൽ അവർ ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിലവിലെ കണക്കുകൾ പ്രകാരം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ഈ കണക്കുകൾ പ്രകാരം ഗവൺമെൻറ് രൂപീകരിക്കാം. എന്നാൽ കഴിഞ്ഞ 2 ടേമിൽ ഭരിച്ചതുപോലെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കാൻ കഴിയില്ല എന്നർത്ഥം. കാരണം 241 സീറ്റുകൾ മാത്രമാണ് നിലവിൽ BJPക്കുള്ളത്. ബാക്കി 50-ലേറെ സീറ്റുകൾ ഘടകകക്ഷികൾക്കുള്ളതാണ്. എങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെൻറ് രൂപീകരിക്കാൻ തന്നെയാണ്. ഇനിയുള്ള പ്രധാന ചോദ്യം ഇന്ത്യ മുന്നണി ഗവൺമെൻറ് രൂപീകരിക്കുമോ എന്നുള്ളതാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം BJP തന്നെയാണ് ലോക്സഭയിലെ നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. BJP നേടിയ 241 സീറ്റുകളിലേക്ക് നിലവിൽ ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണി നിലവിലുള്ള കണക്കുകൾ പ്രകാരം 232 സീറ്റുകളിലാണ് ഉള്ളത്. ഇന്ത്യ മുന്നണിക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് കഴിയും, അതിന് സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പക്ഷേ ഇതിനാദ്യം വേണ്ടത് NDA മുന്നണിയുടെ ഭൂരിപക്ഷം കുറക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴോട്ട് ഇടുക എന്നുള്ളതാണ്. നിലവിൽ നമുക്കറിയാം NDA മുന്നണിക്ക് 294 സീറ്റുകളാണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 2 കക്ഷികൾ ആന്ധ്രാപ്രദേശിലെ TDP തെലുങ്കുദേശം പാർട്ടിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിയും, ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെ, നിലവിലെ ബീഹാർ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ്, ഈ 2 പാർട്ടികൾക്കും കൂടി ഏകദേശം 28 സീറ്റുകൾ നിലവിൽ പാർലമെൻറ്റിലുണ്ട്, ലോക്സഭയിൽ ഉണ്ട്. ഈ 2 പാർട്ടികൾ NDA മുന്നണിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ NDAക്ക് നിലവിലുള്ള കേവല ഭൂരിപക്ഷം നഷ്ടമാവും. പിന്നീട് NDA BJPയുടേതും മറ്റ് ഘടകകക്ഷികളുടെയും ചെറിയ സ്വതന്ത്ര അല്ലെങ്കിൽ BJPയെ പിന്തുണക്കുന്നവരുടേതുമടക്കം ഏതാണ്ട് 265 സീറ്റിലോട്ട് BJP ചുരുങ്ങും, അല്ലെങ്കിൽ NDA മുന്നണി ചുരുങ്ങും. ഈ ഒരിടത്ത് ഇന്ത്യ മുന്നണിക്ക് ഈ 2 പാർട്ടികളുടെ പിന്തുണ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഏകദേശം 260 സീറ്റുകളിലേക്കെത്തും. അപ്പോൾ ഉള്ള ടാലി എന്ന് പറയുന്നത് NDA 265, ഇന്ത്യ മുന്നണി 260 എന്നുള്ളതാണ്. അതായത് NDAക്ക് ഇപ്പോൾ ഭൂരിപക്ഷം തികയ്ക്കാൻ 5-6 പേരുടെ അല്ലെങ്കിൽ 6-7 പേരുടെ പിന്തുണ വേണം. ഇന്ത്യ മുന്നണിക്ക് 12ഓളം പേരുടെ പിന്തുണ വേണം. ഇത് എവിടെ നിന്ന് ലഭിക്കും? NDA മുന്നണിക്കകത്ത് തന്നെ നിലവിൽ ശിവസേനയിൽ നിന്ന് വിഘടിച്ചു പോയ വിഭാഗം അവിടെയുണ്ട്, ഷിൻഡെ വിഭാഗം. അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ NCPയിൽ നിന്ന് പിളർന്നു പോയ വിഭാഗവും നിലവിൽ NDA മുന്നണിയിലുണ്ട്. ഇവർക്ക് 2 പേർക്കും കൂടി ഏകദേശം 8ഓളം സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ 8 സീറ്റുകൾ വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന ഏകദേശം 17ഓളം പേരുണ്ട്. ഈ 17ഓളം പേർ ആ ഒരു സന്ദർഭത്തിൽ അതിനിർണായകമായി മാറും.
ഏകദേശം 260 സീറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഇതിൽ ഏകദേശം 12-13 പേരെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് സുഖമായി സർക്കാർ രൂപീകരിക്കാം. ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം, തെലുങ്കുദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും അതായത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തോട്ട് വരുമോ എന്നുള്ളതാണ്. വരാൻ സാധ്യതകൾ ഏറെയാണ്. പക്ഷേ അവർക്ക് കൊടുക്കുന്ന ഓഫറുകൾക്കനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവർ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് 2019 ഏതാണ്ട് ഇന്ത്യ മുന്നണിക്ക് സമാനമായ പ്രതിപക്ഷ കൂട്ടായ്മ രൂപീകരിക്കാൻ മുൻകൈയെടുത്തിരുന്ന നേതാവാണ്. ഒരുപക്ഷെ നിലവിൽ ആന്ധ്രാപ്രദേശിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ TDPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. തീർച്ചയായും ആന്ധ്രാപ്രദേശിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആകർഷകമായ ആന്ധ്രാപ്രദേശിൻ്റെ പ്രത്യേക പാക്കേജ് എന്നിങ്ങനെയുള്ള ഓഫറുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തേക്ക് വന്നേക്കാം. രണ്ടാമത്തെ വ്യക്തി JDUവിൻ്റെ നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ നമുക്കറിയാം, നിലവിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലത്ത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ കാലത്ത് അതിന് പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹം NDAയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി പദമോ അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി പദമോ പോലുള്ള ഓഫറുകൾ വെച്ച് കഴിഞ്ഞാൽ JDUവും വരാൻ സാധ്യതകൾ ഏറെയാണ്. പിന്നെയുള്ള 12 പേർ അല്ലെങ്കിൽ 10-ലധികം വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ പാർട്ടികളെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായിരിക്കും പിന്നീട് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ NDA നേരിടുന്നൊരു ചോദ്യം. ഈ ഒരു സന്ദർഭത്തിൽ ആർക്കാണോ വ്യക്തമായ മുൻതൂക്കം അവരുടെ ഭാഗത്തോട്ട് ഈ ഒരു 17ഓളം പേർ വരാൻ ഏറെയാണ്. ഇതിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി ഒരു എഡ്ജ് ഉണ്ടായേക്കാം. കാരണം ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തോട്ട് വരാൻ ആണ് ഏറെ സാധ്യത. അതിലൊരാൾ ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചിട്ടുള്ള ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകളുണ്ട്. സോ എന്തു തന്നെയായാലും നമുക്ക് വരും ദിവസങ്ങൾ അതിനിർണായകമാകും ഈ രാജ്യത്തെ സംബന്ധിച്ച്. എന്തായാലും നമുക്ക് രാഷ്ട്രീയ കളികൾ കാത്തിരുന്നു തന്നെ കാണാം.